കുത്തി കുത്തി ചുമയ്ക്കാറുണ്ടോ? താണ്ട് ഈ സ്പൂണിലിരിക്കുന്ന ഔഷധം ഒന്ന് കുടിച്ചാൽ മതി, ചുമ സ്വിച്ച് ഇട്ട പോലെ നിൽക്കും. കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഈ ചുമയെ നേരിട്ടിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും അറിയാം, ചുമ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന പ്രായമുള്ളവരാണെങ്കിലും ചുമച്ച് ലാസ്റ്റിൽ അത് ശ്വാസം മുട്ടലായി മാറും. അതുപോലെ തന്നെ നമുക്ക് തലവേദനയായി മാറും. അപ്പോൾ നമുക്ക് കൊച്ചു കുട്ടികൾക്കായാലും അല്ലെങ്കിൽ ഈ പ്രായമുള്ളവർക്കായാലും ചുമയെ ഒന്ന് പിടിച്ചു കെട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഒന്ന് രണ്ട് കൂട്ടം ഐറ്റം മതി. ദാണ്ടപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ആദ്യം വേണ്ടുന്നത് ദാണ്ട ഇഞ്ചിയാണ് കേട്ടോ. അതുപോലെ തന്നെ സവാള. പിന്നെ വേണ്ടുന്ന മെയിൻ ഒരു ഐറ്റം എന്ന് പറയുന്നത് തേനാണ്. ഇത് നല്ല ശുദ്ധമായ ചെറുതേനാണ്. അപ്പം ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഇഞ്ചിയിൽ നിന്നും ഏകദേശം ദാണ്ട ഇത്രത്തോളം, ഒരുപാടൊന്നും എടുക്കരുത്, ഇത്രത്തോളം ഇഞ്ചി എടുക്കുക. ഇഞ്ചി എടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ചുരണ്ടി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളയണം. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് വലിയ സവാളയാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി മതി. പകുതി എടുത്തിട്ട് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയിട്ട് ബാക്കി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതാണ്ട് ഇഞ്ചിയും നമ്മുടെ സവാളയും ദാണ്ട തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്ന് പറഞ്ഞാൽ ദാണ്ട് ഇതുപോലൊരു ഇടികല്ലെടുക്കണം കേട്ടോ. ആദ്യം തന്നെ ഇഞ്ചി നമുക്ക് ആ ഒരു ചെറിയ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സവാള ചെറിയ കഷ്ണങ്ങളായിട്ട്, ഒരുപാടൊന്നും വലുതായിട്ട് ഇടണ്ട, ഒരു 3-4 കഷ്ണങ്ങളാക്കി അതാണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് നുറുക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ട, ഇതിനകത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നന്നായിട്ടൊന്ന് ഇടിച്ച് ഇതിൻ്റെ നീര് നമുക്ക് എടുക്കണം. ഇതിനെ നമ്മൾ കണ്ടേ ഒരുവിധം ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് ഇതിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നീരൊന്നും കാണത്തില്ല, കുറച്ച് നീരേ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടോ, നല്ല കുറുകുറാന്നിരിക്കും, നല്ല നീരാണ് വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്കിപ്പോൾ ഒറ്റ നേരത്തേക്കുള്ളതാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്ത് ചെയ്യേണ്ടത് ഇത് മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ തേൻ വേണം കേട്ടോ. തേൻ എന്ന് പറയുമ്പം നല്ല ശുദ്ധമായ ചെറുതേൻ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല, പക്ഷേ ശുദ്ധമായ തേനാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. താണ്ടേ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തേക്ക് താണ്ട് ഇത്രയും മതി, ഒരുപാടാവരുത് കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് കുറച്ച് മാത്രമേ ഇത് കണ്ടോ. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഒരു ചെറിയ സ്പൂണേ ഉള്ളൂ, ഇപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതിപ്പം ഒരുപാടില്ല കണ്ടോ. കറക്റ്റ് ഒരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന പാകത്തിനാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ അത്യാവശ്യം ചുമ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു കുറച്ച് നീരെടുത്തതിന് ശേഷം ഈ പറയുന്ന തേനോടൊഴിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് നോക്കും. നല്ല എഫക്റ്റായിരിക്കും, അവർ സുഖമായിട്ട് കിടന്നുറങ്ങും.